മാതിരിമേരി നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഈ പാൽക്കാലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാനും ദൈവത്തെ ആരാധിപ്പാനും പല ഭാഷകളും ദൈവത്തിൽ ആരാധിപ്പാനും നമുക്ക് ദൈവം നല്ലൊരു ഭാഗ്യം ഒരുക്കി തന്നു. ഇതറിക്കട്ടെ होने के लिए सुबह अलग अलग भाषा में परमेश्वर को महिमा और स्तुति करने के लिए परमेश्वर ने एक अच्छा मौका दिया. सुबह से लेकर हमने वचन पढ़ते हुए गीत गाते हुए अभी तक हम परमेश्वर को जुरी में था. രാവിലെ മുതൽ ഈ സമയം വരെയും പാട്ടുകളാൽ വചനത്തിന്റെ ഘോഷണങ്ങളാൽ നമ്മളതെല്ലാം ശ്രമിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രിയ ആന്റി നിങ്ങൾക്ക് ഒരു നല്ല വചനഭാഗം, ഒരു രാജാവിന്റെ സ്റ്റോറി, ഇതിഹാസം, ചരിത്രം പറഞ്ഞു തരാൻ വേണ്ടിയിടയായി. സുബഹി ജവാബ് 23 पढ़ के और वहां से भी उनका जीवन से वो बहुत अच्छा से घोषणा करके वचन से घोषणा करके चली गई है. ഇത് നമ്മുടെ രണ്ടാമതായി വായിച്ചത് 23-ാം സങ്കീർത്തനമാണ്. അതിന്റെ 1-ാം വചനം എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. യഹോവയുടെ എനിക്കൊന്നിനും മുട്ടി ഇങ്ങനെയാണ് അർഹിക്കാത്ത നന്മകളും യാചിക്കാത്തതിനപ്പുറം ദൈവം നമുക്ക് നൽകി തന്നു. उसके बाद अब ये गीत गाते हुए परमेश्वर को धन्यवाद किया थे. वहाँ योग्यता से बढ़कर हम सोचने से परे परमेश्वर हमारे जीवन में काम किया है. सारी बातों को जोड़ते हुए एक छोटी सी बात मैंने आप लोगों को बताना चाहता हूँ. उसके बाद आपका बीच में से जो लोग गीत गाने के लिए तैयार है, 3 गीत गाने के बाद लिखा है 1 गीत 1 सॉन्ग आप लोग प्रिपेयर करना है. इस संदेश के बाद आप लोग आगे आ सकता है. ഇതിനുശേഷം പ്രിയ സഹോദരിമാർ മുന്നോട്ട് കടന്നു വന്ന ഒരു പാട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാടുന്നതായിരിക്കും. അപ്പോൾ രാവിലെ നിങ്ങൾ കേട്ട വചനഭാഗം ഹിസക്കിയാവ് എന്നൊരു രാജാവിനെ കുറിച്ചായിരുന്നു. എല്ലാവർക്കും വചനഭാഗം ഓർമ്മയുണ്ടല്ലോ. രണ്ടാമതായിട്ട് നമ്മൾ കേട്ടത് 23-ാം സങ്കീർത്തനമാണ്. सुबह पहले ही वचन से हिजकिया राजा 2 किंग्स चैप्टर 18 से लेकर उनका चरित्र, इनका इतिहास शुरू होता है. उसके बाद वचन से 23 23-ാം സങ്കീർത്തനം അതിന്റെ അവസാന വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് മലയാളത്തിൽ ശബ്ദമുയർത്തി വായിക്കാം. 23-ാം സങ്കീർത്തനം അതിന്റെ അവസാന വാക്യം. രണ്ട് രാജാക്കന്മാർ അതിന്റെ 18-ാം അധ്യായം 16-ാം വചനം കൂടെ നമുക്ക് വായിക്കാം. സെക്കൻഡ് കിങ് ചാപ്റ്റർ 18 verse 16. രണ്ട് രാജാക്കന്മാർ 18 അതിന്റെ 16. 25-ാം വയസ്സിൽ രാജാവായിട്ട് ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയാണ് ഹിസക്കിയ രാജാവ്. जब 25 साल से थे हिजकिया करके एक व्यक्ति को परमेश्वर ने राजा की नाम पर राजा की पोजीशन में स्थान पर नियुक्त किए थे. उसके बाद उनके जीवन में क्या क्या हुआ करके हम देखा. तो നമ്മൾ ദൈവം എന്റെ ഇടയിലാകുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നവരാണ്. ആ നന്മയും കരുണയും എല്ലാം എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ച് പാട്ട് പാടുന്നവരെയാണ്. നമ്മളാണ് പാട്ട് പാടിയത്. അർഹിക്കാത്തതിനപ്പുറം याचिकातिलपरम നമുക്ക് വേണ്ടി ദൈവം നൽകി തന്നിട്ടുണ്ട്. जो हम प्रार्थना किए हैं हम सोचा भी नहीं है, उससे परे परमेश्वर हमारे जीवन में किए हैं. and the question is ये सब चीज हम किस चीज के लिए इस्तेमाल कर रहा है? what we are doing with all these blessings that he have given in our life? നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ നന്മകൾ ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അതൊരു ചോദ്യമാണ് ഇപ്പോഴും പലരുടെയും ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതിനാണ്. 25-ാം വയസ്സിലാണ് ഹിസക്കിയാവ് എന്നൊരു വ്യക്തിയെ യഹൂദ രാജാവായിട്ട് ദൈവം നിയുക്തം ചെയ്ത് അവരെ അവിടെ രാജാവാക്കി വെച്ചത്. ഇതിനുശേഷം 16-ാം വചനം 18-ാം അധ്യായം 16-ാം വചനം നിങ്ങൾ വായിച്ചത് परमेश्वर ने उनका जीवन में जो चीजें एक राजा का पोजीशन में बैठने वाला व्यक्ति को देना है सब चीजें दिया है. उन्होंने पहले परमेश्वर के लिए बहुत अच्छा काम भी किया है. ദൈവത്തിന് വേണ്ടി അവൻ പല നല്ല കാര്യങ്ങളും ചെയ്തു. മഹാസ്ഥാനങ്ങളിൽ പല വേറെ തരമായ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനങ്ങളെല്ലാം അവൻ ഇടിച്ചു കളഞ്ഞു. जो लोग अन्य देवी देवता से आराधना करते थे वो स्थान को, वो ऊंचा स्थान को भी उन्होंने गिराया था. बहुत अच्छा काम करते आया. 16-ാം വചനത്തിൽ വരുമ്പോൾ ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മകളും വളരെ അനുഗ്രഹങ്ങളൊക്കെ നൽകി തരുമ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. परमेश्वर हमारे जीवन में इतना भलाई काम करने के बाद, आशीर्वाद देने के बाद कभी कभी हम कॉम्प्रोमाइज कर देता है. परमेश्वर ने हमको बुलाया है, हमको नियुक्त किया है, इसलिए नियुक्त किया है इस आत्मीय युद्ध लड़कर विजय प्राप्त होने के लिए. ഈ ആത്മീയ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് വിജയത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെല്ലാവരും വിളിച്ചതും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഗ്രഹങ്ങൾ നന്മകൾ നൽകി തന്നതും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ശത്രുവിനെ കയറ്റേണ്ടാത്ത സ്ഥലത്ത് നമ്മളായി കയറ്റിയതിനു ശേഷം നമ്മൾ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹിസക്കിയ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മന്ദിരത്തിന്റെ അകത്ത് ശത്രുവിനെ കയറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുമായിട്ട് യുദ്ധത്തിൽ നിന്നുകൊണ്ട് വിജയം പ്രാപിക്കേണ്ട വ്യക്തി എന്ത് ചെയ്തു? 16-ാം വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നത്?
इतना आशीर्वाद मैं पाया हूँ, इतना धन दौलत सोने चांदी सब कुछ है, उसमें से कुछ देकर युद्ध लड़ना है तो थोड़ा मुश्किल होगा। ये सब चीजें उनको दिया तो दोस्ती तो बना सकता है, फिर युद्ध नहीं होगा। അവൻ വിചാരിച്ചത് യുദ്ധത്തിനായിട്ട് വന്നവരെ നമ്മൾ പച്ചമലയാളം നമ്മൾ സാധാ ഭാഷ പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് സോപ്പിട്ട് അവരെ അങ്ങ് മടക്കി വിട്ട് കഴിഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടത്തിന്റെ ഒരു കാരണമായി തീർന്നു. ചെയ്തത് ആരാണ്? സ്വയമായി വരുത്തി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധത്തിന് വേണ്ടി വിളിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ യുദ്ധം ജയിക്കുവാനായിട്ട് യുദ്ധം ചെയ്യേണ്ടി തന്നെ വരണം. അവിടെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശത്രു ആദ്യം മന്ദിരത്തിന്റെ അകത്ത് അവൻ സ്വയമായി കൊണ്ടുവന്നു. പിന്നെ അടിയിലേക്കുള്ള വചനങ്ങൾ വായിച്ചു നോക്കിയാൽ ശത്രു അവനെ നോക്കി കളിയാക്കുകയായിരുന്നു. ഇവൻ നിങ്ങളെ രക്ഷിക്കുമോ എന്ന് അവന്റെ പ്രജകളോട് ചോദിച്ചു. उनके जो प्रजा लोगों से शत्रु ने एनिमी ने ऐसा पूछ रहा था, तुम लोग सच में ये विश्वास करते हैं क्या ये राजा तुम लोगों को बचाएगा? ये क्या करेगा? अभी हम आए थे, मंदिर के अंदर तक हम आए थे, हमको जो मिलना है वो मिल गया. ശത്രു ചിലപ്പോൾ നമ്മോട് പറയുന്നതാണ്, ഇത് സാധിക്കുമോ നിന്നെക്കൊണ്ട്? ഹിസ്കിയാ രാജാവിന് മുന്നിൽ നിന്നുകൊണ്ട് ശത്രു ചോദിച്ചത് ഇതാണ്, നിനക്ക് ഇവരെയൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? രക്ഷിക്കുവാനായിട്ടാണ് ദൈവം വിളിച്ചത് എങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, അതാണ് 23 സങ്കീർത്തനം. എന്റെ ജീവിതത്തിൽ യഹോവ എന്റെ ഇടയനാണ് എങ്കിൽ, അഗർ യഹോവ മേരാ ചർവാഹ ഹേ തോ മേരാ ജീവൻ കാ പൂരാ അധികാർ കിസ്കാ ഹൈ? എന്റെ ജീവിതത്തിന്റെ പൂർണ്ണ അധികാരം ആരുടെയാണ്? ഞാൻ യുദ്ധത്തിന് പോയാൽ ജയിപ്പിക്കേണ്ടത് എന്റെ യഹോവയുടെ കടമയാണ്. ആ യുദ്ധത്തിന്റെ സ്ഥാനത്ത് ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് അനുഗ്രഹങ്ങളെ നമ്മൾ എടുത്ത് ഉപയോഗപ്പെട്ടെന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 20 अध्याय में हम आएंगे, चैप्टर 20 उसका 6 वचനം पढ़ेंगे. അധ്യായം 20ന്റെ 6 വചനം വായിച്ചാൽ ഹിസ്കിയാവ് താൻ വളരെ ദുഃഖത്തിൽ വളരെ അസുഖത്തിൽ പീഡിതനായിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, സത്യമാണ്. പക്ഷേ യഹോവയെ ദൈവം കൊടുത്ത ഉത്തരം നമ്മൾ വായിച്ച് വളരെ ശ്രദ്ധയോടെ വായിക്കണം. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന് ഞാൻ കൊടുത്ത വാഗ്ദത്ത നിമിത്തവും ഞാൻ ഈ നഗരത്തെയും നിന്നെയും കാത്തുരക്ഷിക്കും. परमेश्वर ने उनको उत्तर ऐसा दिया, चैप्टर 20 वर्स 6 में, हाँ मैं तेरा प्रार्थना तो सुन लिया हूँ, उत्तर तो देना चाहता हूँ, लेकिन एक कंडीशन है. ആദ്യം കൊടുത്ത നന്മയെ എങ്ങനെ ഇവൻ ഉപയോഗിച്ചു എന്ന് പിതാവിന് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. पहले जो अनुग्रह जो आशीर्वाद उनको मिला था, कैसा इस्तेमाल किया, पिता परमेश्वर प्रभु को बहुत अच्छा से जानते हैं. इसलिए जब दूसरी बार वो मृत्यु मरने का पास तक किनारे तक आया था, लेकिन प्रार्थना करके और 15 साल उनका जीवन में परमेश्वर ने बढ़ा के दे दिया. और ഇനി ഒരു 15 വർഷവും കൂടെ അവന് ദൈവം നീട്ടിക്കൊടുത്തു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പിതാവാൻ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ അത് പൂർത്തിയാക്കും വരെ അതിന്റെ പുറകെ തന്നെ ഉണ്ടാകും. ആരൊക്കെ അതിനെ കോടീകരിച്ചു കളഞ്ഞാലും അതിൽ നിന്ന് മാറിപ്പോയാലും ദൈവം തന്ന വാഗ്ദത്തം ദൈവം നിറവേറ്റും. ഇസ്രായേൽ മക്കളോട് മോശയെ അവർ ഇറക്കി തിരിച്ചപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്ഹാക്കിന്, യാക്കോബിന്, ദാവീദിന് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ദൈവം വീണ്ടും ഹിസ്കിയാവിനോട് പറഞ്ഞത്, ഞാൻ ഇതിന്റെ ഉത്തരം നൽകുന്നത് 2 കാരണങ്ങൾ നിമിത്തമാണ്. എന്റെ നാമം നിമിത്തവും ദാവീദിന് ഞാൻ കൊടുത്ത ഉത്തരം എന്താണെന്നറിയാവോ? വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. हिजकिय्याह ने क्या उत्तर परमेश्वर को दिया जब यशायाह नबी ने आकर ये सब चीजें बताया. യശയ്യാവ് വന്ന് തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താൻ കൊടുത്ത ഉത്തരം, എന്റെ ഈ 15 വർഷം വരെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലല്ലോ, എനിക്ക് അത് മതി. അത് കഴിഞ്ഞ് എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. उन्होंने ऐसा उत्तर दिया, ये 15 साल सब ठीक होगा, वो काफी है मेरे लिए. एक राजा है, राजा का मतलब ये है आने वाला कल जब वो नहीं होगा तब भी देश की अधिकार और देश को सुरक्षित करने का काम परमेश्वर उनको सौंपा था. ഒരു രാജാവായിട്ടാണ് അവനെ ദൈവം വിളിച്ചത്. രാജാവിന്റെ വേല, ഡ്യൂട്ടി എന്തുവാ? ഒരു നല്ല ഇടയന്റെ വേല, സ്വഭാവം, അവന്റെ വേല എന്തുവായിരുന്നു?
ഞാനും നിങ്ങളും നശിച്ചു പോകേണ്ട സ്ഥാനത്ത് അവൻ തന്നെത്താൻ അവന്റെ ജീവനെ കൊടുക്കുവാനായിട്ടാണ് കടന്നു വന്നത്. അതേ സ്ഥാനമാണ് രാജാവിന് പഴയ നിയമത്തിൽ കൊടുത്തിരുന്നത്. പ്രജകൾ നശിച്ചു പോകാതിരിക്കാൻ തന്റെ ജീവൻ പണയം വെച്ചും കാത്തു പാലിക്കേണ്ട രാജാവാണ് പറഞ്ഞത് ഈ 15 വർഷം സുഖമായിട്ട് ജീവിക്കാമല്ലോ. അതിനുശേഷം തന്റെ മകൻ വന്നു. ഏറ്റവും വലിയൊരു അധപതനത്തിലേക്കാണ് അവരുടെ ആ ഒരു ദേശം കടന്നുപോയത്. അപ്പോൾ ഹിസ്കിയാ രാജാവിന്റെ കഥ നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ ദൈവം കൊടുത്ത അനുഗ്രഹം ഞാനും നിങ്ങളും എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഒരു നല്ലൊരു അർത്ഥം, നല്ലൊരു പഠനം നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി? भैया जब हिजकिय्याह राजा का कहानी हम पढ़ते हैं वहां से परमेश्वर ने एक अच्छा संदेश मेरे और आपके जीवन में दिया है. अनुग्रह, आशीर्वाद, भलाई सब चीजें परमेश्वर ने समय पर हमको दिया है. युद्ध में लड़ने के लिए कॉम्प्रोमाइज होने के लिए बिल्कुल नहीं. യുദ്ധത്തിൽ യുദ്ധം ചെയ്യുവാനായിട്ടാണ് ഇതെല്ലാം നൽകി തന്നത്. ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് ശത്രുവിനെ അകത്ത് കൊണ്ടുവന്ന് എല്ലാം കാണിച്ചതിന് ശേഷം ദൈവമേ നീ എന്റെ ഇടയനാണല്ലോ, പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് നൽകി തരുന്ന ഉത്തരം, നിനക്ക് ഞാൻ യുദ്ധത്തിൽ നിൽക്കുവാനായിട്ട് ബലം തന്നായിരുന്നു. शत्रु को घर के अंदर लेके आकर जीवन में लेके आकर परमेश्वर क्यों ऐसा हुआ करके सवाल पूछा तो परमेश्वर हमको उत्तर देगा, युद्ध में लड़ने के लिए सामर्थ्य दिया था, तूने वो सामर्थ्य और आशीर्वाद को लेकर क्या कर दिया? कॉम्प्रोमाइज करके जिससे दोस्ती नहीं बनाना था उससे दोस्ती बनाया. परमेश्वर കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. अभी हम आंख बंद करके प्रार्थना करने वाला है. वो समय में सिस्टर लोग आप लोग आगे आ सकता है गीत गाने के लिए. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജल्दी आप